ചിക്കു ഇതിനപ്പുറം നോക്കാതിരിക്കുന്നതാണോ ചിക്കു? ഗൈസ് ചിക്കു ദൂത് നോക്കുന്നില്ല. സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കം. ഐ നോ, ഞാൻ കുറേ നാളെ നമ്മുടെ വീഡിയോസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കല്യാണവും ചേട്ടൻ്റെ കല്യാണവും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. ഇനി ഞാൻ റെഗുലർ ആവാൻ ശ്രമിക്കാം. ഡ്രാഗൺ ചിക്കൻ പറയും. ഡ്രാഗനെ പോലെ ഇരിക്കും. അങ്ങനെ എന്താ അതിന്റെ പ്രത്യേകത? വായിക്കൂടെ പുക വരുന്ന ചിക്കനാ ഡ്രാഗൺ ചിക്കൻ. ഞാൻ 2 ലിപ്സ്റ്റിക്സ് തമ്മിൽ സ്വാച്ച് ചെയ്തിട്ടതാണ് ഈ ഒരു ഷെയ്ഡാണ്. ബട്ട് ഐ ആം ലൈക്ക് സ്റ്റാർട്ടേഴ്സ് ആയിട്ടോ. സോ ഇന്നൊരു ചേട്ടൻ അനിയത്തി ഡേ ആയിരുന്നു. നമ്മൾ രണ്ടുപേരും ആദ്യം രാവിലെ അസീസിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരുടെ പല്ലിന് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയത്. അത് കഴിഞ്ഞ് നമ്മളൊരു ഫുഡ് ഡേറ്റിനൊക്കെ പോയി. സോ ഇത് ഏത് ദിവസമാണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് വി വർ ട്രാവലിംഗ് ടു കൊച്ചി. ചേട്ടൻ്റെയും എൻ്റെയും എൻഗേജ്മെൻറ്റ് ഔട്ട്ഫിറ്റ് സോഴ്സ് ചെയ്യാനായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. സോ കളക്ട് ചെയ്താൽ മതി. ഇതൊരു ഡ്രസ്സാണ്. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അത് ഞാൻ സുഡിയോയിൽ നിന്നാണ് എടുത്തത്, ബാംഗ്ലൂരുള്ളത്. ഇത് ഞാൻ എപ്പോഴും ഇടാറുള്ളത്. നമ്മൾ കൊച്ചിയിലെത്തി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. ഇത്രയും നേരം ചായ കിട്ടാത്തതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു ഞാനിപ്പോൾ. എനിക്ക് ചായ കിട്ടിയതിൻ്റെ സന്തോഷമാണ്. ചായ വീഡിയോ അടച്ചു ഇടയ്ക്കിൻ്റെ ഓഫീസിലെ ഫ്രണ്ട്സ് വീഡിയോ നമ്മൾ 2 മണിക്കൂർ നോക്കാറുണ്ട്. ചിക്കൻ പോലെ ബീഫ് ഫ്രൈ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഇത് ഗീ പൊടി ഇഡ്ഡലിയാണ്. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുമെന്ന് വിചാരിച്ചു. അൽമര ബൈ പുളിമൂട്ടിലേക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സോ നമ്മളിപ്പോൾ കൊച്ചിയിൽ അൽമര ബൈ പുളിമൂട്ടിലാണ് നിൽക്കുകയാണ്. ചേട്ടൻ്റെ കുട്ടീൻ്റെ മന്ത്രകോടി നമ്മൾ ഓൾറെഡി അന്ന് മേടിച്ചിരുന്നു. അപ്പോൾ നൂലൊക്കെ കെട്ടേണ്ട ചടങ്ങുകൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് നമ്മൾ കളക്ട് ചെയ്തില്ല. അപ്പം ഇപ്പം കളക്ട് ചെയ്യാൻ വന്നേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ പരിപാടി. ഇന്ന് എൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് കിട്ടും. ആരതി പൊടിച്ചേച്ചിനടുത്ത് ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ് കല്യാണ ഔട്ട്ഫിറ്റ്സ് കിട്ടും. നമുക്കങ്ങനെ നമ്മുടെ മന്ത്രകോടിയൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ചേട്ടൻ്റെ കല്യാണ സ്യൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്യാൻ മെഷർമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ട്രയൽ ചെയ്തിട്ട് നമുക്ക് ഫൈനലാണെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യാം. ഷോപ്പിൻ്റെ പേര് ഓർമ്മയില്ല, ബട്ട് ഭയങ്കര അടിപൊളി സർവീസ് ആയിരുന്നു. ചിക്കൻ നേരെ നിന്നോടാ. അവിടുന്ന് തന്നെ ചിക്കുന് നമ്മൾ കുറച്ച് ലോഫേഴ്സും എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഷൂസൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ വി വെന്റ് ടു തസ്വയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ചിക്കുവിൻ്റെ മധുരവെപ്പിനുള്ള ഒരു കുർത്തി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചെന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. ദാറ്റ് വാസ് ദാറ്റ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട്. നമ്മൾ കൊച്ചിയിൽ എപ്പോൾ വന്നാലും പോകുന്നൊരു ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ടാണ് അരിപ്പ. അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. അരിപ്പയിലെ എസ്തറ്റിക്സ് ഒന്ന് എടുത്തു പറയേണ്ട ഒന്നാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനും ഒരു പ്രത്യേക രസമുണ്ടാവും. എൻ്റെ കല്യാണ സമയം ആയപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങനെ എല്ലായിടവും പോയി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഒരിക്കലും തടിക്കാതെ ഞാൻ ഏകദേശം ഒരു 5 kg തടി വെച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രസ്സുകളും ഇപ്പം എനിക്ക് കയറുന്നില്ല, എല്ലാം ടൈറ്റായിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോയത് ആരതിപ്പൊടി ചേച്ചീൻ്റെ ബൊട്ടീക്കിലേക്കായിരുന്നു. ഒരു ഫ്യൂ മന്ത്സ് ബാക്ക് ഞാൻ ആരതിപ്പൊടീൻ്റെ ബൊട്ടീക്കിൽ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അത് എന്തിനാ പോയതെന്ന് അന്ന് ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി ഞാൻ പൊടി ചേച്ചീനെ മീറ്റ് ചെയ്തു. ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ആസ് എ ഫാഷൻ ഡിസൈനർ ആയിട്ടാണ് ഞാൻ പുള്ളിക്കാരത്തെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തതൊക്കെ ആദ്യമായിട്ട്.
ഇഷ്ടപ്പെട്ടു നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ലേറ്റ് ആയപ്പോൾ കുറച്ച് ടെൻഷനായി. ടെൻഷനൊന്നും ഇല്ല. ഞാനൊരു റെഡിഷ് മെറൂണിൽ വരുന്ന ഒരു മെർമെയ്ഡ് കൈൻഡ് ഓഫ് ലെഹങ്കയായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ എല്ലാവരെയും പോലെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ലെഹങ്ക വേണമെന്ന് ഒരു താല്പര്യമില്ലായിരുന്നു. സോ അങ്ങനെ എൻ്റെ ബോഡിക്ക് ഒതുങ്ങുന്ന ഒരു കൈൻഡ് ഓഫ് ലെഹങ്ക ഞാൻ ചേച്ചിൻ്റെ അടുത്ത് നിന്നാണ് ഡിസൈൻ ചെയ്തത്. സോ ഇതിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. ട്വൈലൈറ്റ് എൽവിസ് എന്നാണ്, അല്ലെങ്കിൽ ഷോനാലിയ ബാബു നടിച്ചാലും കിട്ടും. സോ ഈ ഔട്ട്ഫിറ്റിലുള്ള പിക്ചേഴ്സ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം. സോ ഇപ്പം ടൈം ഏകദേശം രാത്രി 2 മണിയായി. നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമായിരുന്നു തിരിച്ച് വീട്ടിലേക്ക്. സോ അങ്ങനെ നമുക്കൊരു ചായ കുടിക്കാൻ അടിപൊളി സ്പോട്ട് കണ്ടുപിടിച്ചു, ബൂസ്റ്റർ ചായ. ഈ പ്ലേസ് വന്നിട്ട് കോട്ടയത്തായിരുന്നു. ഭയങ്കര അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. സോ ഞാനൊരു ബൂസ്റ്റർ ചായ ആയിരുന്നു, ശരിക്കും ബൂസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മോമോസ് ഓർഡർ ചെയ്തു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ടൈമിലൊക്കെ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു, കാരണം എൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിനിങ് ആയിരുന്നു. സോ ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത്, ഞങ്ങളുടെ പള്ളിയിലത്തെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഇപ്പം ഇച്ചിരി തടി ഉണ്ടെങ്കിൽ പോലും നമ്മളങ്ങ് മെലിഞ്ഞിരിക്കുക, വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ തരുന്നില്ലേ, ബാംഗ്ലൂരിൽ പട്ടിണിയായിരുന്നു, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്. ഫുൾ ബോഡി ഷേമിംഗ് ആണ്. സോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തടിക്കുന്നത് തുടങ്ങിയത്. സോ ഗൈസ്, ഞാനൊരു കാര്യം കാണിക്കാൻ നിങ്ങളെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് വേറൊന്നുമില്ല, ഇന്ന് ക്രിസ്മസ് ആണ്. സോ ഹാപ്പി ക്രിസ്മസ്. എൻ്റെ കല്യാണമാണല്ലോ. സോ അപ്പം ഞാൻ സ്വന്തമായിട്ട് കുറച്ച് നെയിൽസൊക്കെ ചെയ്തു. ഇത് എക്സ്റ്റൻഷൻസ് ആണ് കേട്ടോ. ഞാൻ ഇതിപ്പോൾ വെച്ചെന്ന് പറഞ്ഞാൽ മറ്റന്നാൾ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ചുമ്മാ ഒന്ന് വെച്ചത്. ഞാൻ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അതിനല്ല, നെയിൽസ് അല്ല. ഞാൻ ഗോൾഡൊക്കെ എടുക്കാൻ പോയപ്പം മലബാറിൽ നിന്ന് ഒരു റിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ റിങ് കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈശാനി കൃഷ്ണ, ആൻ സിന്ധു, ജോണി, ഇവരുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് നേരത്തെ. സോ അതുപോലത്തെ ഒരു മോഡൽ മേടിക്കണം എന്നായിരുന്നു. പുറത്ത് ക്രിസ്മസിൻ്റെ റാസ് നടക്കുന്നുണ്ട്, അതിൻ്റെ കൊട്ടും വേളമൊക്കെയാണ്, അതൊന്നും എനിക്കറിയാം. സോ ഞാൻ എൻ്റെ റിങ് ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ്, കാരണം എൻ്റെ സൈസിലുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഒരെണ്ണം എൻ്റെ സൈസിലോട്ട് അങ്ങ് ആക്കിയതാണ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ റിങ്. എനിക്കിങ്ങനെ, ഞാൻ നോർമലി എല്ലാ വിരലിലും ഈ 2 ഫിംഗേഴ്സിന് ഞാൻ മോതിരം ഇടുന്നതാണ്. പക്ഷേ ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല, ഈ ഒരു കയ്യിൽ ഇത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. നിലവിലിപ്പോൾ എൻ്റെ പ്ലാൻ അതാണ്. നല്ല ഭംഗിയില്ല, ഈ സ്റ്റോൺസ് കാരണം കാണുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ പോകുന്നത് പള്ളിയിൽ ക്രിസ്മസിൻ്റെ റാസ നടക്കുന്നുണ്ടായിരുന്നു. സോ അത് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ നെക്സ്റ്റ് ഡേ പോയിട്ടുണ്ടായിരുന്ന അങ്കമാലിക്കാണ്. കാരണം 27th ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റും മധുരം വെപ്പുമായിരുന്നു. ഞങ്ങൾ അവിടെ കുട്ടൂസിൻ്റെ അങ്കിളുടെ വീട്ടിലായിരുന്നു ഒരു ഡേ സ്റ്റേ ചെയ്തത്. ഭയങ്കര അടിപൊളി ഒരു വീടായിരുന്നു കേട്ടോ. ഇത് നല്ല എസ്തറ്റിക് വീടായിരുന്നു. പിന്നെ ഇതായിരുന്നു എൻ്റെ അന്നത്തെ ഔട്ട്ഫിറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ഞാൻ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചായിരുന്നു, ഹക്കാട്ട കൗച്ചർ എന്ന് പറഞ്ഞിട്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.